ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. എറ്റേണൽ ഡാർക്ക്നെസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിലൂടെ കേവലം 10 മിനിറ്റിനുള്ളിൽ 100 ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തത്. 50 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ 160 ബോംബുകളാണ് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് മുകളിൽ ഇസ്രായേൽ വർഷിച്ചത്. ബെയ്റൂട്ട്, ബക്കാവാലി, ദക്ഷിണ ലെബനൻ എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളും സൈനിക താവളങ്ങളും ഉൾപ്പെടെയുള്ള 100ഓളം താവളങ്ങൾ ബോംബിട്ട് തകർത്തു. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലകളും ആയുധപ്പുരകളും തകർത്തതായാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷിയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. ഹിസ്ബുള്ളയുടെ കമാൻഡിന്റെ പ്രവർത്തനത്തെയും അവരുടെ സൈനിക സജ്ജീകരണങ്ങളെയും ഈ ആക്രമണം വലിയ തോതിൽ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് IDF വക്താവ് പറഞ്ഞു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഇറാന്റെ കാര്യത്തിൽ മാത്രമാണെന്നും ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാൻ US സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. യുദ്ധത്തിന് ശേഷമുള്ള വെടിനിർത്തൽ ഗുണപരമായ ഒരു അധികാരമാറ്റത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളും താരിഫുകളും കുറയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിടുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു.